ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ റവ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് റവ, നല്ലോണം വറുത്ത് ചൂടാറിയ റവ, 2 മുട്ട, വളരെ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്ത്, വളരെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ നമ്മുടെ സ്വന്തം ടൂറ്റി ഫ്രൂട്ടി, അതും ഞാൻ ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ടൂറ്റി ഫ്രൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ഇടാം കേട്ടോ, ചെറിയും ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി വേണ്ടത് 1 കപ്പ് പാല്, ഒരു 3 ഏലക്ക പൊടിച്ച് കൂടെ നമുക്ക് വേണം. ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഉപയോഗിക്കാം. ഞാനിപ്പം ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പൊക്കെ നല്ലോണം മാറിയ ശേഷം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. 2 കപ്പ് റവയ്ക്ക് ഏകദേശം 3/4 കപ്പോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ മുട്ടയിലേക്ക് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അല്പാൽപമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി റവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവ വറുത്ത് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പാൽ ഒഴിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ റവ വലിച്ചെടുക്കും. കുറച്ചുകൂടി പാൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. വളരെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാല് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് കൂടി പോകരുത്. ഇത് ഈ കാണുന്ന ഒരു പാകത്തിന് തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഞാനൊരു കേക്ക് ട്രേ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ നന്നായിട്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികമാവണ്ട, അധികമായ റവയുടെ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു പോകും. കേക്ക് ട്രേ വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന പാത്രം ഉണ്ടല്ലോ, അതിലും വെച്ച് കൊടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള ടൂറ്റി ഫ്രൂട്ടിയും തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതുപോലൊരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ
തട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. 25 മിനിറ്റാണ് എനിക്ക് ഇത് വെന്ത് കിട്ടാൻ എടുത്തിട്ടുള്ള സമയം. അപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഏകദേശം 25-30 മിനിറ്റിനുള്ളിലൊക്കെ ഇതായി കിട്ടും. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കുക്ക് ചെയ്യുക. ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നല്ല കിഡിലൻ സ്മെല്ല് വരുന്നുണ്ട്. ഞാനിതാ ചൂടൊക്കെ ആറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ? തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.